മറക്കാനാവില്ല, മായ്ക്കാനാവില്ല മഹാത്മാഗാന്ധിയെ എന്ന് പ്രഖ്യാപിച്ച് മഹാസ്മൃതി സദസ്സ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ സ്മരണയിൽ വന്ദിച്ചും അദ്ദേഹം ഉദ്ഘോഷിച്ച സാഹോദര്യം, സഹിഷ്ണുത, സമാധാനം, മാനവീയ ഐക്യം, രാഷ്ട്രസേവനം, നന്മ, നീതി, ധർമ്മം, ശുചിത്വ ഭാരതം, ലഹരി വിമുക്ത ഭാരതം, അഖണ്ഡ ഭാരതം തുടങ്ങിയവയ്ക്കായി പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തും സൗഹൃദം ദേശീയവേദി മഹാത്മാഗാന്ധി മഹാസ്മൃതി സദസ്സ് നടത്തി. പാലക്കാട് താലൂക്ക് ലൈബ്രറിയിൽ ചേർന്ന ജില്ലയിലെ സാമൂഹ്യ, സാഹിത്യ, സാംസ്കാരിക പ്രവർത്തകർ ഒത്തുചേർന്ന ഗാന്ധി സ്മൃതി സംഗമം മറക്കാനാവില്ല, മായ്ക്കാനാവില്ല മഹാത്മാഗാന്ധി എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ഗാന്ധി സ്മൃതി സദസ്സുകൾ ജനകീയമായി ജില്ല മുഴുവൻ തുടർന്ന് നടത്താനും തീരുമാനിച്ചു. ഗാന്ധിയൻ പ്രവർത്തകനായ ഗുരുജി ഗുരുവായൂരപ്പൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയുടെ ത്യാഗത്തിൽ അധിഷ്ഠിതമായ ദക്ഷിണ ആഫ്രിക്കയിലെയും ഇന്ത്യയിലെയും പ്രവർത്തനങ്ങളെ ഉദ്ഘാടകൻ അനുസ്മരിച്ചു. ഗാന്ധിജിയുടെ വിവിധ ഘട്ടങ്ങളിലെ പോരാട്ടത്തെ സവിസ്തരം ഹൃദയസ്പർശിയായി അദ്ദേഹം അവതരിപ്പിച്ചു. കവി രവീന്ദ്രൻ മലയങ്കാവ് ഗാന്ധി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ ഓർമ്മ ദിനത്തിൽ അകം നിറഞ്ഞ ആദരവോടും സ്നേഹത്തോടും അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദർശങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സത്യം, നന്മ, ധർമ്മം, നീതി എന്നിവയുടെ പ്രചരണത്തിനായി യത്നിക്കുമെന്നും രാഷ്ട്രത്തിന്റെ അഖണ്ഡത, ലോക സാഹോദര്യം, സമാധാനം, മാനവിക ഐക്യം എന്നിവയ്ക്കായി പ്രവർത്തിക്കുമെന്നും ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. മഹാത്മാവിന്റെ സ്വപ്നമായ ശുചിത്വ ഭാരതം, ലഹരി വിമുക്ത ഭാരതം എന്നിവയ്ക്കായും ജാതീയതയ്ക്കെതിരായും മതമൈത്രിക്കായും അഴിമതിക്കെതിരായും പടപൊരുതുമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്നുള്ള തന്റെ പ്രസംഗത്തിൽ ഗാന്ധിയൻ പ്രതിജ്ഞ തയ്യാറാക്കിയ സൗഹൃദം ദേശീയവേദിയെ അദ്ദേഹം അഭിനന്ദിച്ചു. ഗാന്ധിയൻ ദർശനങ്ങളും പ്രവർത്തന ലക്ഷ്യങ്ങളും ഉൾക്കൊള്ളുന്ന ഈ പ്രതിജ്ഞ വരും തലമുറയ്ക്കുള്ള വഴികാട്ടിയാണ്. ഗാന്ധിയൻ പോരാട്ടങ്ങൾ സമാനതകളില്ലാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. ലൈബ്രറി സെക്രട്ടറി TS പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ഏത് കാലത്തെയും അതിജീവിക്കുന്ന സമഗ്ര ദർശനമാണ് ഗാന്ധിയുടേതെന്നും എന്നാൽ വേണ്ട രീതിയിൽ അദ്ദേഹം ഓർമ്മിക്കപ്പെടാതെ പോകുന്നുവെന്നത് വേദനാജനകമാണെന്നും ഗാന്ധിജിയുടെ സ്വന്തം ആളുകൾ എന്ന് പറയുന്നവർ പോലും ഗാന്ധിജിയെ കൂടുതൽ വായിക്കുകയും അറിയുകയും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ വേണ്ടത്ര ആത്മാർത്ഥത കാണിക്കുന്നില്ല. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കൾ അവരുടെ നേതാക്കളെ സ്വയം പകർത്തുന്ന കാര്യത്തിൽ നിസ്സംഗരാണെന്ന കൈപ്പേറിയ യാഥാർത്ഥ്യത്തിന് മുൻപിൽ കണ്ണടയ്ക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അതാത് ദിനങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ തുടർച്ചയായി ഗാന്ധിയൻ പ്രവർത്തനങ്ങൾ നടത്തി സൗഹൃദം ദേശീയവേദി മാതൃകയാവുന്നു എന്നത് ശ്ലാഘനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. സൗഹൃദം ദേശീയവേദി ജില്ലാ പ്രസിഡന്റ് PV സഹദേവൻ അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങളും പ്രവർത്തനങ്ങളും കാലാതീതമാണെന്നും വർത്തമാനകാലത്തിൽ ലോകത്തിൽ ആളുകൾക്കിടയിലും രാഷ്ട്രങ്ങൾക്കിടയിലും നിലനിൽക്കുന്ന കാലുഷ്യങ്ങൾക്കിടയിൽ ആഗോള ഗാന്ധിസം സമാധാനത്തിനും ശാന്തിക്കും വഴികാട്ടിയാവുന്നു. ഓരോ രാജ്യത്തും ഓരോ ഗാന്ധി ഉണ്ടായി എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഇസമാണ്. ഗാന്ധിസം എന്നതിന് ദൃഷ്ടാന്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. അക്ബർ ബാദുഷാ H, സുഭാഷ് കുമാർ M, സുനിൽ കല്ലേപ്പുള്ളി, ഖാദർ മൊയ്തീൻ K, കനകൻ പാടത്ത് വീട്, സുനിൽ കുന്നത്തൂർമേട്, മോഹൻരാജ് V, ഫാത്തിമ ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. റെജീന P, മീന K, ചന്ദ്രിക R, വനജ M, മല്ലിക R എന്നിവർ ദേശഭക്തി ഗാനം ആലപിച്ചു. കവി രവീന്ദ്രൻ മലയങ്കാവ് മഹാകവി വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ വരികൾ ചൊല്ലി. പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ഗുരുജി ഗുരുവായൂരപ്പന്റെ മഹാത്മാ എന്ന നാടകഗ്രന്ഥത്തിന്റെ ആമുഖ അവതരണം നടന്നു.